അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചൊരു അടയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഇതുപോലെ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇടിയപ്പത്തിനൊക്കെയുള്ള അരിപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 2 ഗ്ലാസ് അരിപ്പൊടിയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇഞ്ചി 1 സ്പൂണ്, പച്ചമുളക് 2 എണ്ണം, അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും വെച്ചിട്ടുണ്ട്, സവാള 2 എണ്ണം, തക്കാളി 1 മുറി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്. അപ്പോൾ ഇത്രയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അടയ്ക്കുള്ള മാവ് ശരിയാക്കാം. ഉപ്പിട്ട് കൊടുക്കുക. തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ച് അത് അടയുടെ പാകത്തിന് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് നനച്ച് കൊടുക്കാം. നമ്മൾ കണ്ടമാനം വെള്ളം ഒഴിക്കരുത്. അടയ്ക്ക് പാകമാകുന്ന രീതി നമുക്ക് ഇല പരത്തി എടുക്കേണ്ടതാണിത്. അപ്പോൾ അതിൻ്റെ രീതിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മളിതുപോലെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ റെഡി ആയിട്ടിരിക്കട്ടെ. നമുക്ക് അടയ്ക്കകത്ത് വെക്കാനുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതാണ് വഴറ്റിയെടുക്കാൻ. അപ്പം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ച് വെച്ചതാണ്. നമ്മളൊരു 1.5 സ്പൂൺ, ചെറിയ സ്പൂണാണ് കേട്ടോ. നമുക്ക് സവാള ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞതാണ് 2 സവാള കേട്ടോ. സവാള വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. നമ്മുടെ പച്ചമുളകും സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ അരമുറി തന്നെ എടുത്തിട്ടില്ല കേട്ടോ. നമുക്കൊന്ന് മൂടിക്കൊടുക്കാം. തക്കാളിക്ക് ഒന്ന് വെന്ത് കിട്ടാനാണ്, പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് മൂടിക്കൊടുത്തത്. നമുക്കൊരു ശകലം ഉപ്പിട്ട് കൊടുക്കാം. അത് ഞാൻ ഉപ്പ് ചേർത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു ശകലം ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, അര സ്പൂൺ പിരിയമുളക് പൊടിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഗരം മസാല 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പൊടിയായിട്ടൊക്കെ ഒന്ന് പച്ചമണം മാറട്ടെ. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1.5 സ്പൂണ്. അപ്പം നമ്മൾ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. വേവിച്ച് അടത്തി വെച്ചിരുന്നതാണ്. അത് കുരുമുളകും ഉപ്പും നമ്മൾ ഇട്ടാണ് ഇത് വേവിച്ച് വെച്ചത്. നമുക്ക് മല്ലിയിലയും കൂടെ കുറച്ചിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് അടയ്ക്കകത്ത് വെക്കാനുള്ള മസാല ശരിയായിട്ടുണ്ട്.
നമുക്കിനിയിപ്പം വാങ്ങി വെക്കാം. അപ്പം നമ്മൾ അട പരത്തി കൊടുക്കുന്ന പോലെ ഇതുപോലെ നമ്മൾ പരത്തി കൊടുക്കണം. കനം കുറച്ച് നമ്മൾ പരത്തി കൊടുക്കണം. ഇപ്പം നമുക്ക് മടക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് ഇവിടെ ഇരുന്ന് വേകട്ടെ. നമ്മുടെ അട വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എടുക്കാം, വാങ്ങിയെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ അട റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നല്ല രീതിയിൽ ഇറച്ചിയൊക്കെ ഇരിപ്പുണ്ട്. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കണം, നല്ല രുചിയായിരിക്കും. അപ്പം നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക.